മോദി കടുപ്പിച്ചു. നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മോദി ഭയന്നു തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്ത് കാണാനാവുന്നത്. 3 ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മോദി ഉറപ്പിച്ചു ഇനിയുള്ള ഘട്ടങ്ങളിൽ ഈ പോക്ക് പോയിട്ട് കാര്യമില്ല എന്ന്. അതിലേക്ക് നയിച്ച ഘടകങ്ങൾ: 1, UP-യിലെയും ഗുജറാത്തിലെയും പോളിംഗിലുണ്ടായ വൻ ഇടിവ്; മറ്റൊന്ന്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോളിംഗ് ശതമാനം കൂടിയതും. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് മോദി കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുത്ത വഴി മതവും ജാതിയും വർഗീയതയും തന്നെയാണ്. അതിനിടെ കൽപ്പം പുട്ടൻ തേങ്ങയിടുന്ന പോലെ എങ്ങും തൊടാതെയുള്ള വികസന പറച്ചിൽ മാത്രം. വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നായിരുന്നു മോദിയുടെ അടുത്ത ഘട്ട പ്രചാരണം. അതായത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും കടന്നാക്രമിക്കുക. നിങ്ങളുടെ വോട്ട് ഇന്ത്യയിൽ 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുത്തി. ജനങ്ങളുടെ പരിശ്രമമുള്ളത് കൊണ്ടാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കാനായത്. ഒരു ഗോത്രവർഗക്കാരിക്ക് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാകാനായത്. ചരിത്രത്തിന്റെ വഴിത്തിരിവിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ വേണ്ടത് എന്നാണ് മോദിയുടെ ചോദ്യം. ഇവിടെ ഗോത്രവർഗം എന്ന് പറഞ്ഞുകൊണ്ട് മോദി വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നത് വോട്ടാണ്. അതിനുവേണ്ടി ദ്രൗപദി മുർമുവിനെ കരുവാക്കി, അത്രമാത്രം. ഇവിടെ രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് കാല് കുത്തിക്കാത്ത മോദിയാണ് ഈ പറയുന്നത് എന്നതും നമ്മൾ ഓർക്കണം. ഇനി രാജ്യത്തിന്റെ പ്രഥമ പൗരനെ രാഷ്ട്രപതി കസേരയിൽ ഇരുത്തിയ ഒരു പാവയാക്കി മാറ്റി എന്നതിനപ്പുറത്ത് മോദി എന്താണ് ചെയ്തത്? എന്നിട്ടിപ്പോൾ അതും പൊക്കിപ്പിടിച്ച് വന്നിരിക്കുകയാണ്. ഇനി അയോധ്യ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതിനുവേണ്ടി തല്ലിപ്പൊളിച്ച് തള്ളിക്കളഞ്ഞത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജീവിക്കുന്ന യാചിക്കുന്ന മനുഷ്യരെയാണ്. അവരുടെ കുഞ്ഞു വരുമാനത്തിന്റെ കടകൾ പൂട്ടിക്കെട്ടി അന്തിയുറങ്ങുന്ന സ്ഥലങ്ങളെ പൊളിച്ചു നീക്കി തെരുവിലിറക്കിയ പ്രധാനമന്ത്രിയാണ് പറയുന്നത് 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും കരകയറ്റി എന്ന്. ഇനി ഇന്ത്യ മുന്നണിയിലുള്ളവർ സ്വന്തം സാമ്രാജ്യം രക്ഷിക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുതന്നെയാണെന്നേ ഇന്ത്യ എന്ന മതേതരത്വത്തിന്റെ സാമ്രാജ്യം. അത് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് തന്നെയാണ് കോൺഗ്രസിന്റെ താല്പര്യവും. അവർ എനിക്കെതിരെ വോട്ട് ജിഹാദ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അജണ്ട ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ നിഘണ്ടുവിലുള്ള എല്ലാ മോശം വാക്കുകളും എനിക്കെതിരെ പ്രയോഗിച്ചു എന്നൊക്കെയാണ് മോദി പറയുന്നത്. അതായത് വിഭാഗീയത. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നു എന്ന് മാത്രം.